അസ്സലാമലൈക്കും ഗായ്സ്. അങ്ങനെ അടുത്ത വീക്കെൻഡായി വേറെ എന്തൊക്കെയോ ഒരു ഷാന പ്ലാൻ ആക്കുന്നുണ്ട്. എന്താ ഷാന ഈ വീക്കെൻഡ് നമ്മൾ എങ്ങോട്ടാ പോണത്? നമ്മള് കത്താര പോവാം, ചെറി ബ്ലോസം കാണാൻ. ഗൈസ് നമ്മൾ 3 മണിക്ക് റെഡി ആയിട്ട് പോകാന്ന് പറഞ്ഞിട്ടുണ്ട്. ഹന്ന ഖത്തറിൽ വന്നിട്ട് ഫസ്റ്റ് ടൈം മെട്രോ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന ദിവസമാണ് ഇത്. അതെ അതെ. സോ അടുത്തിട്ട് ബാക്കി കാണാം. ഹന്നന്റെ കേപ്പിന്റെ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ട് നോക്ക് ഗൈസ്. സെറ്റ് അല്ലേ? രണ്ടാണി നല്ല ഇടണോ ഗൈസ്? നല്ല വെയിലുണ്ട്, നമ്മൾ പെട്ടെന്ന് നടക്കണം അല്ല കേപ്പി? ഇതാണ് കേട്ടോ നമ്മൾ നിൽക്കുന്ന ഏരിയ. നല്ല ഇല്ലേ കാണാൻ ഗൈസ്? അങ്ങനെ ഹന്നക്ക് പുതിയ മെട്രോ കാർഡ് കിട്ടി. തായല്ല, അത് മെട്രോന്റെ ചിഹ്നം ഗൈസ്. ഇത് തായാണോ? തായല്ല, അത് മെട്രോന്റെ എം അവർ കുറച്ച് വൃത്തിയാക്കിയതാ. മെട്രോ എം നമ്മളെ നടന്നു കേപ്പി. എന്താ കേപ്പി? അതേടെ ഫുള്ള് ആളാണ്, നമുക്ക് ഫോട്ടോസ് ഒന്നും എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇവിടെ വരുന്നുണ്ടെങ്കിൽ രാവിലെ വന്നാൽ മതി, നല്ല തിരക്കാണ്. ഗൈസ് ഹന്ന ഒന്നും അറിയാത്ത പോലെ. എങ്ങനെയുണ്ട് കത്താറ ചെറി ബ്ലോസം? പറഞ്ഞു കൊടുക്ക് വ്യൂസിനോട്. ചെറി ബ്ലോസം രസമുണ്ട്, പക്ഷെ ഞാൻ ഒറിജിനലാന്ന് വിചാരിച്ചത്, ആർട്ടിഫിഷ്യലാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. നല്ല രസം, പീസ്ഫുൾ, നല്ല ഭംഗിയുണ്ടല്ലോ, നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇങ്ങനെ ആ ഒരു ലാവൻഡർ ഫ്ലവേഴ്സ് ഒക്കെ കാണാൻ എന്ത് രസമുണ്ടല്ലേ കാണാൻ. പക്ഷെ കുറച്ച് ആൾക്കാർ ക്രൗഡ് ഇച്ചിരി അധികമാണ്. ഇച്ചിരി നേരത്തെ വന്നാൽ നമ്മൾ പിന്നെ 5 മണിക്ക് എന്നുള്ളതോടെ എത്തിയപ്പോഴത്തേനും ഒരു ടൈം ആയിട്ട് നേരത്തെ വന്നാൽ മതി. നല്ല അടിപൊളി ഫോൺ രസമാണ് ഇവിടെ, എനിക്കിഷ്ടം ഇവിടെ, നല്ല രസം. ഇനി എങ്ങോട്ടേക്കാ പോകുന്നത്? എന്താ പ്ലാൻ? ചായ കുടിക്കണോ? സർപ്രൈസ് ഞാനല്ലേ ചെക്കനൊക്കെ കല്യാണം കഴിക്കാൻ എന്താളെ വേണ്ടത്? മിനിമം ഒരു ക്യാപ്റ്റൻ അമേരിക്കനെ പോലെ ഒരാളെയൊക്കെ. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഹന്ന കല്യാണം കഴിക്കാൻ റെഡിയായി നിൽക്കുന്നുണ്ട്. അതെ. കാർഡ് റീചാർജ് ചെയ്യാൻ പോവാ. നമ്മള് പതുക്കെ അവളെ കാണാൻ നോക്കാം അവളെ ഉണ്ടാക്കുന്നു. ഇപ്പഴാണ് നിൽക്കുന്നുണ്ടെങ്കിൽ വരുന്നുണ്ട്. അവളെ ഇവിടെ കാണുന്നില്ലല്ലോ, കാണുന്നില്ല. കാണുന്നില്ല ഇല്ല, ഓളാടുന്ന് റീചാർജ് ആക്കുന്നേ ഉള്ളൂ. വാ വാ വാ. നോക്കുമ്പോ നീ വരുന്ന കാണുന്നില്ല. ഞങ്ങളുടെ എത്തുമ്പത്തേക്ക് ബസ് പോയി. അതറിയില്ല. അതെ, കയറി കഴിയുമ്പോഴത്തേക്ക് അവര് ടാപ്പ് ചെയ്യണം ഗൈസ്. സോ ഗൈസ് നമ്മ ഇപ്പൊ പോകാൻ പോകുന്നത് ഗിവാന ഐലൻഡ്. ഗിവാനാണോ ജിവാനാണോ എന്ന് കറക്റ്റ് അറിയില്ല, ഏതൊരു ഐലൻഡിലേക്കാണ്. അവിടെ എങ്ങനെ പോകുക അങ്ങോട്ടേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ലെഗ് തൈഫയിൽ ഇറങ്ങാം. എന്നിട്ട് അടുത്ത് M152 എന്നുള്ള ബസ്സിലേക്ക് കയറിയാൻ പറ്റാം. ട്രാമോ മെട്രോ ഒന്നും ഇല്ല ഗൈസ്. ഗൈസ് നമ്മളിപ്പം മെട്രോ ബസ്സിൽ വന്നിറങ്ങി. എന്നിട്ട് ഹിൽട്ടൺ എന്ന് എഴുതിയിട്ടൊരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു. സോ അതിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് കൂടെ നടക്കാനുണ്ട് കുറച്ച്, അല്ലേ കേപ്പി? നമ്മളിന്ന് ചായ കുടിച്ചില്ല ഗൈസ്. അവിടെ നല്ല ബുദ്ധിമുട്ടുണ്ട് ചായ കുടിക്കാത്തതുകൊണ്ട്. ചായ ഒന്നും കിട്ടിയിട്ടില്ല. ചായ കുടിക്കാണ്ട് എങ്ങനെയുണ്ട് കേപ്പി? അതെ, എനക്കും അതെ. ഇനി ഇന്നലെ അവിടെ എത്തിയിട്ട് ബാക്കി കാണിച്ചു തരാം.
നമുക്ക് വഴിയിൽ വെച്ചിട്ട് ഒരു നല്ല ഫാമിലിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അവർ കുറേ വർഷമായിട്ടുള്ള ആൾക്കാർ, അവരെ കൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. കാരണം നമുക്കൊന്നും അറിയില്ലല്ലോ അല്ലേ. ഖത്തറിൽ 1.5 വർഷമായിട്ട് നിൽക്കുന്ന KP പോലും അറിയില്ല. ഫസ്റ്റ് ടൈം KP വരുന്നത് അല്ലേ. ഇന്ന് KPയുടെ ഡേ ആണ്. നല്ല ഉണ്ട് ഇവിടെ കാണാൻ. പക്ഷെ എത്രത്തോളം ക്യാമറയിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എങ്ങനെയുണ്ട് KP? ഏതാ ഇതോ? ഇത് ലൈക്ക് ഒന്നും മനസ്സിലാവുന്നില്ല കണ്ടിട്ട്. ഇത് സ്റ്റേഡിയം ആണെന്ന് തോന്നുന്നു. എയർപോർട്ടാ? എന്നാ ഇത് എയർപോർട്ട്. അത് ശരിയാണല്ലോ. അതെ ഗൈസ്, ഞങ്ങൾക്കിത് കണ്ടിട്ടൊന്നും മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയെങ്കിലും കമന്റ് ചെയ്യുക ഗൈസ്, ഇത് എന്തൊക്കെയാന്നുള്ളത്. അത് ഖത്താറാ. ഇത് നാഷണൽ ലൈബ്രറി പോലെ ഉണ്ട്. അതെ അതെ. ഇത് ഖത്തർ നാഷണൽ ലൈബ്രറിയാണ്. എനിക്ക് തോന്നുന്നു അത് ഖത്താറാണ്. ഖത്താർ നമ്മുടെ ചെറി ബ്ലോസം ഇല്ലേ, അതിന്റെ ഏരിയയിലുള്ള ബിൽഡിംഗ് പോലെ ഉണ്ട്. അത് ഖത്താറാ. ഓക്കെ, അപ്പൊ ഇത് സെക്കൻഡ് വൺ, തേർഡ് വൺ ട്വിൻ ടവേഴ്സ്. അത് ഇതിന് മുന്നേ പോയില്ലേ? ഗൈസ്, ഞങ്ങൾക്ക് എന്താണെന്ന് ശരിക്കും മനസ്സിലായിട്ടില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയെങ്കിൽ കമന്റ് ചെയ്യുക ഗൈസ്. നൈസ്. ഗൈസ്, അങ്ങനെ ഇപ്പം നമ്മൾ ഗിവാൻ ഐലൻഡിൽ എത്തിയിട്ടുള്ളത്. നമ്മൾ ഓൾമോസ്റ്റ് ഇവിടെ കണ്ട് കഴിഞ്ഞ് ഇനി നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി പോവുക ഗൈസ്. എങ്ങനെയുണ്ട് ഗിവാൻ ഐലൻഡ്? പറ. നല്ല ഭംഗിയുണ്ടടാ. ഇത് ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരല്ലേ നമുക്ക് ചുറ്റുമുള്ളത്. ലൈറ്റും ഇതൊക്കെ മനുഷ്യന്മാർ ഉണ്ടാക്കിയല്ലേ. വെരി എന്താ പറയുക, വെരി ക്രിയേറ്റീവ് മൈൻഡഡ് പീപ്പിൾ. നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര രസമാണ്. സോ ഗൈസ്, നിങ്ങൾ ഖത്തറിൽ വരുമ്പോൾ എന്തായാലും വിസിറ്റ് ചെയ്യേണ്ട സ്പോട്ടാണിത്. നല്ല കണ്ണടയിൽ കാണുന്നുണ്ടാവില്ല ഈ തളങ്ങളൊക്കെ. അതെ അതെ, കാണും കാണും. ഇതിന് ക്രിസ്റ്റൽ വാക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നല്ലുണ്ട് ഗൈസ്. സോ എന്തായാലും വന്ന് കണ്ടോളൂ. പിന്നെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി പോവാ. KP നമ്മൾ വീഡിയോയിൽ പോലും കാണുന്നില്ലല്ലേ, അവള് ഓടി. അതെ അതെ, ഇറങ്ങില്ല. ഗൈസ്, അങ്ങനെ ഫൈനലി നമുക്ക് ചായ കിട്ടി ഗൈസ്. സമാധാനം. സോ ഗൈസ്, ഫുഡില്ലാണ്ട് നമുക്ക് എങ്ങനെ ഒരു വ്ളോഗ് ചെയ്യാൻ പറ്റും? സോ നമ്മളിങ്ങനെ ഷവർമയെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ കഴിക്കുന്നത് രാത്രി എത്ര മണിക്ക്? 9:15 ഷവർമയും നല്ല വിശക്കുന്നുണ്ടായിരുന്നത്. ഉച്ചക്ക് ഫുഡ് കഴിച്ചതായിരുന്നു. ഇപ്പോഴാണ് നാട് മൊത്തവും തെണ്ടി തിരിഞ്ഞിപ്പോഴാണ് ഫുഡ് കഴിക്കണത്. അപ്പം എന്താണ്, ഇനിയും കുറേ വീക്കെൻഡ്സ് ഒക്കെ വരും. ഇൻഷാല്ലാ ഖത്തറിക്ക് ഇവിടെ കുറേ കൂടെ കാണിച്ചിടാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് അടുത്ത ആഴ്ചകളിലൊക്കെ ഇങ്ങനെ കുറേ വീഡിയോസ് ഒക്കെ എടുക്കാം. ഞാൻ പോകുന്നിടത്തൊക്കെ ഞങ്ങളെ കൊണ്ടുപോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പിന്നെ എന്തെങ്കിലും സജഷൻസോ അല്ലെങ്കിൽ വീഡിയോസിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതോടെ പറയാം കേട്ടോ. അപ്പോൾ നമ്മൾ തുടങ്ങിയിട്ടല്ലോ. നിങ്ങളുടെ സജഷൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ കാണാത്ത ആളുകൾക്കൊക്കെ അയച്ചു കൊടുക്കുക. അങ്ങനെ റിഷാറിനെ ഭയങ്കര സംഭവമാക്കി മാറ്റുക. പിന്നെന്താ, അപ്പോൾ ശരി, എന്താ നിങ്ങൾ അടുത്ത വീഡിയോസിന് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ.